ആരും വാസം ചെയ്യോ? ഞാനിപ്പോ തന്നെ കുറിച്ച് ചിന്തിച്ചുള്ളൂ. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ല വാസന്തി? എല്ലാരും സുഖമായിരിക്കുന്നു. അല്ലാതെ ആര് വാസന്തിയോ? ഏത് വാസന്തിന്റെ മക്കളൊക്കെ? ഓണത്തിന്റെ സാധനം മേടിക്കാൻ കടയിൽ പോയതാ. എന്നാ വാ അടങ്ങിരിക്ക. അരിഷ്ടോ? അതിന് മാഷിക്ക് എന്താ അസുഖം? അസുഖം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചുമയോ ഗ്യാസോ ഒക്കെ ഉണ്ട്. ഓ രസാനായിരിക്കും അല്ലേ? അങ്ങനെയും പറയാം. ഇപ്പൊ മനസ്സിലായി. അതെ. എന്താ ഒന്ന് നോക്കണോ? അയ്യോ വേണ്ട മാസേട്ടാ, വേണ്ട വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. രണ്ട് ഗ്ലാസും കൂടി ആ മൂടായിട്ട് ഇപ്പൊ ഞാൻ വരും. എന്ത് പ്രയാസം? മാഷ് കാര്യം പറ. അല്ല, നമ്മൾ അധ്യാപകര് ഈ സമൂഹത്തിൽ ശരിക്കും മാതൃകയാവുന്നത്. പിന്നെ നമ്മളല്ലേ ഭാവി ആക്രമണങ്ങളെ സൃഷ്ടിക്കുന്ന ആൾക്കാരെ. സംശയോ? എന്ത് സംശയം? അങ്ങനെ ചോദിച്ചേക്കും ആർക്കും മാഷ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അല്ലപ്പോ വിദ്യാധനം സർവ്വധനാൽ പ്രധാനമല്ലേ നമ്മൾ പറയാം. അതൊക്കെ പഴമൊഴിയല്ലേ മാഷേ. ഇന്നിപ്പം നമ്മൾ കഞ്ഞി കുടിച്ചു പോകുന്നത് ഈ മദ്യം ഒക്കെ വിറ്റ കാശ് കൊണ്ട് മാത്രമാണ്. അപ്പോ ഈ മദ്യമാണ് നമ്മുടെ നാടിന്റെ പ്രധാന വരുമാനമല്ലേ? അതും ഈ ടാക്സ് ഒക്കെ കൊണ്ടല്ലേ ഏത് സർക്കാർ പിടിച്ചു നിൽക്കുന്നത്? ശരിയാണല്ലോ മാഷേ. അതെ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ പലരും കരണ്ട് രോഗം വന്നിട്ട് മരിച്ചു പോകുന്നത്. അതൊക്കെ വെറുതെ പറയണതല്ല മാഷേ. അങ്ങനെയാണ് ഡോക്ടർമാരും ഇന്ന് കുടിക്കോ? അപ്പൊ ഇവരൊക്കെയാണല്ലോ നമ്മുടെ മാർഗദർശികൾ. അപ്പൊ നമ്മളും മദ്യം കഴിച്ച് സമൂഹത്തിന് മാതൃക കാട്ടണം അല്ലേ? പിന്നെ അല്ലാണ്ട് മാഷേ, പിന്നെ എവിടുന്ന നമ്മളിപ്പോ ആൾക്ക് ശമ്പളം പെൻഷൻ കൊടുക്കാൻ പറ്റും? എനിക്ക് മനസ്സിലായി. നിങ്ങളൊപ്പം കൂടി എന്റെ മാറ്റി തുമ്പി ചെയ്തൊക്കെ വന്നതാണല്ലേ. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോയിട്ട് അത് നല്ലത്. അയ്യോ ടീച്ചറെ, ഞാൻ മാഷ സ്വീപ്പാക്കാൻ വേണ്ടി വന്നില്ല. ഇടയ്ക്ക് പൊളിച്ചിട്ട് അതേ വാസോ, മദ്യം കഴിച്ച് കരടി നശിച്ച ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് നമ്മൾ ഇത് ഒഴിവാക്കണം വാസോ. അത് ശരി. നിങ്ങള് പിന്നെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ഇപ്പം വരാന്നും പറഞ്ഞു പോയിട്ട് നിങ്ങൾ ഇവിടെ കുത്തിരുന്ന് വെള്ളടിക്കല്ലേ? നിങ്ങൾക്ക് പൈസ തന്നത് എന്നെ ചവിട്ടാൻ ആളില്ല. എന്താ മാറ്റം? പക്ഷേ അത് പിന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 500 രൂപ അവൻ്റെ അടുത്ത് ഞാൻ വാങ്ങിച്ചിരുന്നു. പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അറിയിച്ചു. നിന്നു മുള്ളിയ കുട്ടികള് നടന്നു മുള്ളൂന്നല്ലേ പഴമൊഴി. അതേടോ, അവള് പറഞ്ഞ സത്യം. നമുക്ക് ഈ മദ്യം വേണ്ടോ? അതെ പക്ഷേ തെറ്റ് പറ്റിയതായിരിക്കാം. അതെ വാസു, ഈ മദ്യത്തിന് വീതം കൊണ്ട് ശമ്പളം പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം മാറ്റിയിട്ടാണ് നമ്മൾ ഉപേക്ഷിച്ച് സമൂഹത്തിന് മാതൃക കാട്ടണം. നന്ദിയുണ്ട് ടീച്ചറെ, നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ഞാൻ ഈ നിമിഷം മുതൽ ഈ മദ്യം ഉപേക്ഷിക്കാം. അല്ലാ റബ്ബേ, ഇപ്പോഴെങ്കിലും മാസ്റ്റർക്ക് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ. നന്ദിയുണ്ട്. എന്നോട് ക്ഷമിക്കില്ലാതെ. എന്റെ പൈസ ഞാൻ തിരിച്ചു. എനിക്കിനി പൈസ വേണ്ട. പക്ഷേ
നിങ്ങൾ കുടി നിർത്തിയല്ലോ അത് മതി. അതെ മാഷേ, ഇനിയുള്ള നമ്മുടെ സമരം മദ്യം രഹിത കേരളത്തിന് വേണ്ടിയുള്ളതാണ്.